മൈ നെയിംസ് നീന. എൻ്റെ പേര് നീന എന്നാണ്. ഐ ആം 22 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 22 വയസ്സാണ് പ്രായം. ഐ ലിവ് ഇൻ ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ലിവ് എന്നാൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്, ഇതൊക്കെയാണ് അർത്ഥം. ഐ വർക്ക് അറ്റ് എ സ്മോൾ കോഫി ഷോപ്പ് നിയർ മൈ ഹോം. ഐ വർക്ക് ഞാൻ ജോലി ചെയ്യുന്നത് അറ്റ് എ സ്മോൾ കോഫി ഷോപ്പ്, ഒരു ചെറിയ കോഫി ഷോപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നിയർ മൈ ഹോം എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ചെറിയ കോഫി ഷോപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എവറി ഡേ ഈസ് ദ സെയിം. എല്ലാ ദിവസവും ഒരുപോലെയാണ്. വേക്കപ്പ് ഉറക്കമുണരുന്നു. ഗോ ടു വർക്ക് ജോലിക്ക് പോകുന്നു. കം ബാക്ക് ഹോം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. സ്ലീപ്പ് ഉറങ്ങുന്നു. നത്തിങ് എക്സൈറ്റിംഗ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. എക്സൈറ്റിംഗ് എന്നാൽ അർത്ഥം സന്തോഷമോ ഉത്സാഹമോ നൽകുന്ന എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സന്തോഷമോ ഉത്സാഹമോ നൽകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. ബട്ട് എന്നാൽ വൺ ഫ്രൈഡേ ഒരു ദിവസം വെള്ളിയാഴ്ച സംതിങ് വെരി സ്പെഷ്യൽ ഹാപ്പൻഡ്. ഒരു ദിവസം വെള്ളിയാഴ്ച പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ഹാപ്പൻഡ് എന്നാൽ സംഭവിച്ചു, വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ദാറ്റ് മോർണിംഗ് അന്ന് രാവിലെ ഐ വോക്കപ്പ് ഞാൻ ഉറക്കമുണർന്നു. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക, അതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. ഐ വോക്കപ്പ് ഞാൻ ഉറക്കമുണർന്നു. വിത്ത് എ ടെറിബിൾ ഹെഡേക്ക്. ടെറിബിൾ എന്നാൽ ഭയാനകമായ എന്നുള്ള അർത്ഥം. ഹെഡേക്ക് എന്നാൽ തലവേദന. ഒരു ഭയങ്കരമായ തലവേദനയോടുകൂടെ ഞാൻ ഉറക്കമുണർന്നു. മൈ ഹെഡ് ഫെൽറ്റ് ഹെവി. എൻ്റെ തലയ്ക്ക് ഭാരമുള്ളതുപോലെ അനുഭവപ്പെട്ടു. ഫീൽ എന്നാൽ അനുഭവപ്പെടുക, ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു. ദ പെയിൻ വാസ് സ്ട്രോങ്. വേദന ശക്തമായതായിരുന്നു. ഐ കുഡ് നോട്ട് ഗോ ടു വർക്ക്. എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചില്ല. കുഡ് നോട്ട് എന്നാൽ കഴിഞ്ഞില്ല. ഐ കോൾഡ് മൈ ബോസ്. ഞാൻ എൻ്റെ ബോസിനെ വിളിച്ചു. ഐ ആം സിക്ക് ടുഡേ. ഇന്ന് എനിക്ക് അസുഖമാണ്. സിക്ക് എന്നാൽ രോഗം. ഐ ആം സിക്ക് ടുഡേ. ഇന്ന് ഞാൻ രോഗിയാണ്. ഐ സെഡ് ഞാൻ പറഞ്ഞു. സിക്നെസ് എന്നാൽ രോഗം, സിക്ക് എന്നാൽ രോഗിയായ എന്നുള്ള അർത്ഥമാണ്. ഗോ സീ എ ഡോക്ടർ. പോയിട്ടൊരു ഡോക്ടറെ കാണും. ഹീ ടോൾഡ് മീ. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു. എനിക്ക് പോകണമായിരുന്നില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. ഐ ഓൾവേസ് ഫീൽ അഫ്രെയ്ഡ് ഓഫ് ഡോക്ടേഴ്സ്. ഐ ഓൾവേസ് എനിക്ക് എപ്പോഴും ഫീൽ തോന്നുന്നു. അഫ്രെയ്ഡ് ഓഫ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനെ സമീപിക്കുന്നത് എനിക്ക് എപ്പോഴും ഭയം തോന്നുന്ന കാര്യമാണ്. അഫ്രെയ്ഡ് എന്നാൽ ഭയം, ഫീൽ എന്നാൽ തോന്നുക. ദ യൂഷ്വലി ഗിവ് ബാഡ് ന്യൂസ്. ബാഡ് ന്യൂസ് എന്നാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. യൂഷ്വലി എന്നാൽ സാധാരണയായിട്ട്. സാധാരണയായിട്ട് അവർ മോശപ്പെട്ട വാർത്തകളാണ് നൽകുന്നത്. ഗിവ് എന്നാൽ നൽകുക. ബട്ട് ദ പെയിൻ വാസ് ടു മച്ച്. പക്ഷെ വേദന വളരെ കനത്തതായിരുന്നു. സോ അങ്ങനെ ഐ ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചു. ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. മെനി പീപ്പിൾ ഒരുപാട് ആളുകൾ വേർ വാക്കിംഗ് നടന്നു പോകുകയായിരുന്നു. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകൾ ആശുപത്രിക്ക് ഉള്ളിലേക്കും ആശുപത്രിയിൽ നിന്നും പുറത്തേക്കും നടന്നു വരുന്നുണ്ടായിരുന്നു. വേർ വാക്കിംഗ് എന്നാൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇൻ ആൻഡ് ഔട്ട് അകത്തേക്കും പുറത്തേക്കും. ഐ ഫെൽറ്റ് നെർവസ്. നെർവസ് എന്നാൽ പേടിപ്പെടുത്തുന്ന എന്നുള്ള അർത്ഥമാണ്. എനിക്ക് പേടി തോന്നി. ഐ ഫെൽറ്റ് എന്നാൽ എനിക്ക് തോന്നി. നെർവസ് എനിക്ക് പേടി തോന്നി. മൈ ഹാൻഡ്സ് വേർ ഷേക്കിംഗ്. എൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ഇൻസൈഡ് അകത്ത്. എ ലേഡി അറ്റ് ദ ഫ്രണ്ട് ഡെസ്ക്. ഒരു സ്ത്രീ മുന്നിലെ മേശയിൽ ഒരു സ്ത്രീ ആസ്ക്ഡ് മീ എന്നോട് ചോദിച്ചു. ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു. ആസ്ക്ഡ് മീ എന്നോട് ചോദിച്ചു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. ഐ സെഡ് ഞാൻ പറഞ്ഞു. മൈ ഹെഡ് ഹേർട്സ്. എൻ്റെ തലവേദനിക്കുന്നു. എനിക്ക് തലവേദനയുണ്ട്. ഹേർട്സ് എന്നാൽ വേദനിക്കുന്നു. ഐ വാണ്ട് ടു സീ എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറെ കാണണം. ഷീ ഗേവ് മീ. ഗീവ് എന്നാൽ നൽകുക, അതിൻ്റെ പാസ്റ്റാണ് ഗേവ്. ഷീ ഗേവ് മീ എ പേപ്പർ. അവൾ എനിക്കൊരു പേപ്പർ നൽകി. ആൻസർഡ് നൽകിക്കൊണ്ട്, പേപ്പർ നൽകിക്കൊണ്ട് പറഞ്ഞു. ഫിൽ ഔട്ട് ദിസ് ഫോം. ഈ ഫോം പൂരിപ്പിക്കുക. ഐ സാറ്റ് ഇൻ ദ വെയിറ്റിംഗ് റൂം. ഐ സാറ്റ് ഞാൻ ഇരുന്നു. ഇൻ ദ വെയിറ്റിംഗ് റൂം വെയിറ്റിംഗ് റൂമിൽ ഞാൻ ഇരുന്നു.
ദർ വെർ മെനി പീപ്പിൾ വെയിറ്റിംഗ്. അവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ 1 അവർ, 1 മണിക്കൂറിന് ശേഷം. ഇത് അവർ എന്നാണ് വായിക്കുക, എച്ച് സൈലൻ്റ് ആയിരിക്കും. ആഫ്റ്റർ 1 അവർ, 1 മണിക്കൂറിന് ശേഷം. എ നേഴ്സ് കോൾഡ് മൈ നെയിം. ഒരു നേഴ്സ് എൻ്റെ പേര് വിളിച്ചു. നിന പാർക്കർ. ഐ സ്റ്റുഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എന്നാൽ എഴുന്നേൽക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ് അപ്പ്. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ദ നേഴ്സ് പറഞ്ഞു, ഫോളോ മീ. എന്നെ പിന്തുടരൂ. വി വോക്ക് ഡൗൺ എ ലോങ് ഹാൾവേ. ഹാൾവേ എന്നാൽ ഇടനാഴി എന്നുള്ള അർത്ഥമാണ്, വിശാലമായ മുറി. ലോങ് ഹാൾവേ എന്നാൽ നീണ്ട ഇടനാഴി എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ ഒരു നീണ്ട ഇടനാഴിയിലൂടെ നടന്നു. ദെൻ ഷീ സെഡ്. പിന്നീട് അവൾ പറഞ്ഞു, ദ ഡോക്ടർ വിൽ സീ യു ഇൻ റൂം നമ്പർ 5. ദ ഡോക്ടർ വിൽ സീ യു. ഡോക്ടർ നിന്നെ കാണും. ഇൻ റൂം നമ്പർ 5. റൂം നമ്പർ 5 വച്ച് ഡോക്ടർ നിന്നെ കാണും. ഐ വെൻറ്റ് ഇൻ ടു ദ റൂം. ഞാൻ റൂമിനുള്ളിലേക്ക് പോയി. വെൻറ്റ് എന്നാൽ പോയി. ദർ വാസ് എ ബെഡ് വിത്ത് വൈറ്റ് ഷീറ്റ്സ് ആൻഡ് എ ചെയർ. ദർ വാസ് എ ബെഡ്. അവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു. വിത്ത് വൈറ്റ് ഷീറ്റ്സ്. ഒരു വെള്ള ഷീറ്റ് ഉള്ള ഒരു ബെഡ് അവിടെ ഉണ്ടായിരുന്നു. ഒരു കസേരയും. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം. ദ ഡോർ ഓപ്പൺഡ്. വാതിൽ തുറന്നു. എ യങ് മാൻ വോക്ക്ഡ് ഇൻ. വോക്ക്ഡ് ഇൻ എന്നാൽ അകത്തേക്ക് വന്നു എന്നുള്ള അർത്ഥമാണ്. ഒരു യുവാവായിട്ടുള്ള ഒരു പുരുഷൻ അകത്തേക്ക് നടന്നു വന്നു. ഹി വാസ് ടോൾ. ടോൾ എന്നാൽ ഉയരമുള്ള എന്നുള്ള അർത്ഥമാണ്. ഹി വാസ് ടോൾ വിത്ത് ഡാർക്ക് ഹെയർ ആൻഡ് വെരി ഹാൻസം. ഹാൻസം എന്നാൽ സുമുഖനായ. അദ്ദേഹം പൊക്കമുള്ള ഒരു ഇരുണ്ട മുടിയുള്ള വളരെ സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, ഹലോ, ഐ ആം ഡോക്ടർ തോമസ് വിൽസൺ. ഞാൻ ഡോക്ടർ തോമസ് വിൽസൺ ആണ്. മൈ ഹാർട്ട് ബിഗാൻ ടു ബീറ്റ് ഫാസ്റ്റ്. ബിഗാൻ എന്നാൽ തുടങ്ങി, ബീറ്റ് എന്നാൽ ഇടിക്കുക, ഫാസ്റ്റ് എന്നാൽ വേഗത്തിൽ. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. നോട്ട് ബിക്കോസ് ഓഫ് ഫിയർ. ഭയം കൊണ്ടല്ല. ഫിയർ എന്നാൽ ഭയം. നോട്ട് ബിക്കോസ് ഓഫ് ഫിയർ. ഭയം കൊണ്ടല്ല. ബട്ട് എന്നാൽ ബിക്കോസ് ഹി വാസ് ദ മോസ്റ്റ് ഹാൻസം മാൻ ഐ ഹാഡ് എവർ സീൻ. ഐ ഹാഡ് എവർ സീൻ എന്നാൽ അർത്ഥം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്നുള്ള അർത്ഥമാണ്. മോസ്റ്റ് എന്നാൽ ഏറ്റവും. എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. കാരണം ഭയം കൊണ്ടല്ല, ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. വാട്ട്സ് ദ പ്രോബ്ലം ടുഡേ. എന്താണ് ഇന്ന് പ്രശ്നം? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ഐ സെഡ്. ഞാൻ പറഞ്ഞു. മൈ ഹെഡ് ഹേർട്സ്. എൻ്റെ തലവേദനിക്കുന്നു. ഹി സാറ്റ് ഡൗൺ ക്ലോസ് ടു മീ. അദ്ദേഹം എൻ്റെ അടുത്തായിട്ട് ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു. വെൻ ഡിഡ് ദ പെയിൻ സ്റ്റാർട്ട്. വേദന എപ്പോഴാണ് തുടങ്ങിയത്? വെൻ എന്നാൽ എപ്പോൾ, പെയിൻ എന്നാൽ വേദന. വെൻ ഡിഡ് ദ പെയിൻ സ്റ്റാർട്ട്. വേദന എപ്പോഴാണ് തുടങ്ങിയത്? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ഹി ചെക്ക്ഡ് മൈ ബ്ലഡ് പ്രഷർ. അദ്ദേഹം എൻ്റെ രക്തസമ്മർദ്ദം പരിശോധിച്ചു. ഹി ലുക്ക്ഡ് ഇൻ ടു മൈ ഐസ്. അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഹിസ് ഫേസ് വാസ് വെരി ക്ലോസ് ടു മൈൻ. മൈൻ എന്നാൽ എൻ്റേത്. അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മുഖത്തിന് വളരെ അടുത്തായിരുന്നു. ഐ ഫെൽറ്റ് നെർവസ്. എനിക്ക് ഭയം തോന്നി. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. എവറിത്തിങ് ലുക്സ് നോർമൽ. എല്ലാം സാധാരണയായിട്ടാണ് കാണപ്പെടുന്നത്. ഐ തിങ്ക്. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഓൺലി എ ടെൻഷൻ ഹെഡേക്ക്. എനിക്ക് തോന്നുന്നത് ഇതൊരു ടെൻഷൻ കൊണ്ടുണ്ടായിട്ടുള്ളൊരു തലവേദന മാത്രമാണെന്നാണ്. നോട്ട് സീരിയസ്. ഗുരുതരമായതല്ല. ഡ്രിങ്ക് മോർ വാട്ടർ ആൻഡ് റെസ്റ്റ്. കൂടുതൽ വെള്ളം കുടിക്കുക, എന്നിട്ട് വിശ്രമിക്കുക, അദ്ദേഹം പറഞ്ഞു. ഹി ഗേവ് സം മെഡിസിൻ. അദ്ദേഹം കുറച്ച് മരുന്നുകൾ നൽകി. ഐ സെഡ്. ഞാൻ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. യു ആർ വെൽക്കം നിന. ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പോയി. മൈ ഹെഡ് ഓൾറെഡി ഫെൽറ്റ് ബെറ്റർ. അപ്പോഴേക്കും എൻ്റെ തലവേദന മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സുഖം തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ മൈ ഹാർട്ട് വാസ് നോട്ട് നോർമൽ. എൻ്റെ ഹൃദയം സാധാരണ നിലയിലല്ലായിരുന്നു. ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. എബൌട്ട് ഹിം എന്നാൽ അദ്ദേഹത്തെപ്പറ്റി. ഐ കുഡ് നോട്ട് സ്റ്റോപ്പ്. എനിക്ക് നിർത്താൻ സാധിച്ചില്ല. തിങ്കിങ് അബൌട്ട് ഹിം. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് നിർത്താൻ സാധിച്ചില്ല.
3 days later, 3 ദിവസങ്ങൾക്ക് ശേഷം, മൈ ഹെഡ് ഏക്ക് വാസ് ഗോൺ, എൻ്റെ തലവേദന സുഖമായിട്ടുണ്ടായിരുന്നു. ബട്ട് പക്ഷേ, ഐ സ്റ്റിൽ തോട്ട് അബൌട്ട് ഹിം എവരി ഡേ, ഞാൻ അപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ദിവസവും ചിന്തിക്കാറുണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു സീ ഹിം അഗെയിൻ, എനിക്ക് അദ്ദേഹത്തെ വീണ്ടും കാണണമായിരുന്നു. അഗെയിൻ എന്നാൽ വീണ്ടും, ഹിം എന്നാൽ അദ്ദേഹത്തെ. ഐ വാണ്ടഡ് ടു സീ ഹിം അഗെയിൻ, എനിക്ക് വീണ്ടും അദ്ദേഹത്തെ കാണണമായിരുന്നു. 1 week later, ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം, ഐ മെയ്ഡ് എ പ്ലാൻ, ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഐ വുഡ് ഗോ ബാക്ക് ടു ദ ഹോസ്പിറ്റൽ, ഗോ ബാക്ക് എന്നാൽ തിരിച്ചു പോകുക. ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകും. ഐ വുഡ് സേ, ഞാൻ പറഞ്ഞേക്കും, മൈ ഹെഡ് ഏക്ക് വാസ് സ്റ്റിൽ ബാഡ്, എൻ്റെ തലവേദന ഇപ്പോഴും മോശമായിട്ട് തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനൊരു പദ്ധതി തയ്യാറാക്കി ഒരു ആഴ്ചക്ക് ശേഷം. ഇറ്റ് വാസ് നോട്ട് ട്രൂ, അത് സത്യമല്ലായിരുന്നു. തലവേദന ഉണ്ട് എന്ന് പറഞ്ഞത് കളവായിരുന്നു. ബട്ട് എന്നാൽ, ഐ വാണ്ടഡ് ടു സീ ഹിം, എനിക്ക് അദ്ദേഹത്തെ കാണണമായിരുന്നു. സീ എന്നാൽ കാണുക, ഹിം എന്നാൽ അദ്ദേഹത്തെ. ഐ പുട്ട് ഓൺ മൈ ബെസ്റ്റ് ഗ്രീൻ ഡ്രസ്, പുട്ട് ഓൺ എന്നാൽ ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റും പുട്ട് ഓൺ എന്ന് തന്നെയാണ്. ഐ പുട്ട് ഓൺ, ഞാൻ ധരിച്ചു. മൈ ബെസ്റ്റ് ഗ്രീൻ ഡ്രസ്, എൻ്റെ പച്ച നിറത്തിലുള്ള ഡ്രസ്സ് ഞാൻ ധരിച്ചു. ദ സെയിം കളർ ആസ് ഹിസ് ഐസ്, ആസ് എന്നാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടേത് പോലത്തെ എൻ്റെ പച്ച നിറത്തിലുള്ള വസ്ത്രം ഞാൻ ധരിച്ചു. ഐ വാണ്ടഡ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ, എന്നെ സുന്ദരിയായിട്ട് കാണപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അറ്റ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ വച്ച്, ഐ ടോൾഡ് ദ ഫ്രണ്ട് ഡെസ്ക്, ആശുപത്രിയിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഐ നീഡ് ടു സീ ഡോക്ടർ വിൽസൺ അഗെയിൻ, എനിക്ക് വീണ്ടും ഡോക്ടർ വിൽസനെ കാണണം. ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു, ഈസ് യുവർ ഹെഡ് ഏക്ക് സ്റ്റിൽ ബാഡ്, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദന ഉണ്ടോ, നിങ്ങളുടെ തലവേദന ഇപ്പോഴും മോശമായി തുടരുകയാണോ, അവൾ ചോദിച്ചു. യെസ്, അതെ, വെരി ബാഡ്, വളരെ മോശം. ഐ ലൈഡ്, ലൈ എന്നാൽ നുണ പറയുക, അതിൻ്റെ പാസ്റ്റാണ് ലൈഡ്, നുണ പറഞ്ഞു. ഐ ലൈഡ്, ഞാൻ കളവ് പറഞ്ഞു. ഷീ മെയ്ഡ് എൻ അപ്പോയിൻമെൻറ്റ്, അവൾ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കി തന്നു. ഐ വെയിറ്റഡ്, ഞാൻ കാത്തിരുന്നു. ദ നേഴ്സ് ടുക്ക് മീ ടു റൂം നമ്പർ 5 അഗെയിൻ, ദ നേഴ്സ് ടുക്ക് മീ, നേഴ്സ് എന്നെ കൊണ്ടുപോയി. ടു റൂം നമ്പർ 5 അഗെയിൻ, വീണ്ടും റൂം നമ്പർ 5 നേഴ്സ് എന്നെ കൊണ്ടുപോയി. ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ, സൂൺ എന്നാൽ വൈകാതെ, അധികം താമസിക്കാതെ. ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ, ഡോക്ടർ അധികം വൈകാതെ ഇവിടെ വരും, അതാണ് അർത്ഥമാക്കുന്നത്. ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ. ഷീ സെഡ്, അവൾ പറഞ്ഞു, ആ നേഴ്സ് പറഞ്ഞു. വെൻ ഡോക്ടർ വിൽസൺ വോക്ക്ഡ് ഇൻ, വെൻ എന്നാൽ ആ സമയത്ത്. ഡോക്ടർ വിൽസൺ അകത്തേക്ക് വന്നപ്പോൾ, നടന്നു വന്നപ്പോൾ. മൈ ഹാർട്ട് സ്റ്റോപ്ഡ്, എൻ്റെ ഹൃദയം നിലച്ചു. നീന, ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഹൗ ആർ യു ഫീലിംഗ്, നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. നോട്ട് ഗുഡ്, അത്ര നല്ലതല്ല, അത്ര നല്ല അവസ്ഥയിലല്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ദ ഹെഡ് ഏക്ക് ഈസ് സ്റ്റിൽ ദേർ, തലവേദന ഇപ്പോഴും ഉണ്ട്. ഹി ലുക്ക്ഡ് വറീഡ്, അദ്ദേഹത്തെ വിഷണ്ണനായി കാണപ്പെട്ടു. ഹി ചെക്ക്ഡ് മീ അഗെയിൻ, അദ്ദേഹം വീണ്ടും എന്നെ പരിശോധിച്ചു. എവറിത്തിങ് വാസ് നോർമൽ, എല്ലാം സാധാരണ നിലയിലായിരുന്നു. ദെൻ ഐ ലുക്ക്ഡ് അറ്റ് ഹിം, പിന്നീട് ഞാൻ അദ്ദേഹത്തെ നോക്കി. ഐ വാണ്ടഡ് ടു ടെൽ ഹിം ദ ട്രൂത്ത്, ട്രൂത്ത് എന്ന സത്യം. ഐ വാണ്ടഡ് ടു ടെൽ, എനിക്ക് പറയണമായിരുന്നു. ഹിം, അദ്ദേഹത്തോട്. ദ ട്രൂത്ത്, എനിക്ക് അദ്ദേഹത്തോട് സത്യം പറയണമായിരുന്നു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഡോക്ടർ വിൽസൺ, ഐ ഹാവ് ടു സേ സംതിങ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സംതിങ് എന്നാൽ ഒരു കാര്യം, ഐ ഹാവ് ടു സേ എന്നാൽ എനിക്ക് പറയേണ്ടതുണ്ട്. ഐ ഹാവ് ടു സേ സംതിങ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് മീ, അദ്ദേഹം എന്നെ നോക്കി. യെസ്, അതെയോ. ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. മൈ ഹെഡ് ഏക്സ് ഈസ് ആക്ച്വലി ഗോൺ, എൻ്റെ തലവേദന നിലവിൽ തന്നെ ഭേദമായിട്ടുണ്ട്. ഇറ്റ് ഗോട്ട് ബെറ്റർ ഡേയ്സ് എഗോ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് സുഖമായിട്ടുണ്ട്. ഹി ലുക്ക്ഡ് സർപ്രൈസ്ഡ്, അദ്ദേഹത്തെ ആശ്ചര്യപ്പെട്ടവനായിട്ട് കാണപ്പെട്ടു. ദെൻ വൈ ഡിഡ് യു കം ബാക്ക്, കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക. പിന്നെ എന്തുകൊണ്ടാണ് നീ തിരിച്ചു വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നീ തിരിച്ചു വന്നത്.
ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഐ ടുക്ക് എ ഡീപ്പ് ബ്രത്ത്. ബ്രത്ത് എന്നാൽ ശ്വാസം, ഡീപ്പ് എന്നാൽ ആഴത്തിലുള്ള. ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു, അതാണ് അർത്ഥം. ഐ ടുക്ക് എ ഡീപ്പ് ബ്രത്ത്, ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു. ഐ വാസ് സോ സ്കെയർഡ്, ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു. ബട്ട് പക്ഷേ, ഐ കുഡ് നോട്ട് കീപ്പ് ഇറ്റ് ഇൻസൈഡ്. ഇൻസൈഡ് എന്നാൽ അകത്ത്, കീപ്പ് എന്നാൽ സൂക്ഷിക്കുക. ഐ കുഡ് നോട്ട്, എനിക്ക് സാധിച്ചില്ല, കീപ്പ് ഇറ്റ് ഇൻസൈഡ്, എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കാര്യം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഐ കുഡ് നോട്ട് എന്നാൽ എനിക്ക് സാധിച്ചില്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ബിക്കോസ്, കാരണം, ഞാൻ വന്ന കാരണം. ഐ വാണ്ടഡ് ടു സീ യു അഗെയിൻ, എനിക്ക് വീണ്ടും നിങ്ങളെ കാണണമായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് മീ ഫോർ എ മൊമെൻറ്റ്, അദ്ദേഹം ഒരു നിമിഷം എന്നെ നോക്കി. ഐ തോട്ട്, ഞാൻ കരുതി. ഹി വുഡ് ബി ആംഗ്രി, ആംഗ്രി എന്നാൽ ദേഷ്യപ്പെടുക. ഹി വുഡ് ബി ആംഗ്രി, ഞാൻ കരുതി അദ്ദേഹം ദേഷ്യപ്പെട്ടേക്കുമെന്ന്. ഐ തോട്ട്, ഞാൻ കരുതി. ഹി വുഡ് സേ, അദ്ദേഹം പറഞ്ഞേക്കും. നോ, ദിസ് ഈസ് റോങ്, ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞേക്കുമെന്ന് ഞാൻ കരുതി. ബട്ട് ഇൻസ്റ്റഡ്, ഇൻസ്റ്റഡ് എന്നാൽ പകരമായി. ബട്ട് ഇൻസ്റ്റഡ്, പക്ഷേ പകരമായി, മുമ്പ് പറയുന്നതിന് പകരമായി. ഹി ഗേവ് മീ എ സ്മോൾ സ്മൈൽ. ഹി ഗേവ്, അദ്ദേഹം നൽകി. എ സ്മോൾ സ്മൈൽ, അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരി നൽകി. അദ്ദേഹം മുമ്പ് പറയുന്നതിന് പകരമായിട്ട് അദ്ദേഹം ഒരു പുഞ്ചിരിയാണ് അദ്ദേഹം നൽകിയത്. നീന, ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഐ എം ഗ്ലാഡ് യു കെയിം ബാക്ക്, നീ തിരിച്ചു വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. മൈ ഹാർട്ട് ജംപ്ഡ്, എൻ്റെ ഹൃദയം പിടഞ്ഞു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഡോക്ടർ വിൽസൺ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ക്യാൻ ഐ ആസ്ക് യു സംതിങ്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. യെസ്, അതെ, ഓഫ് കോഴ്സ്, തീർച്ചയായും. ഐ ഫെൽറ്റ്, എനിക്ക് അനുഭവപ്പെട്ടു. മൈ ഹോൾ ബോഡി ഷേക്കിംഗ്, എൻ്റെ ശരീരം മുഴുവനായും വിറയ്ക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ബട്ട് പക്ഷേ, ഐ സെഡ് ഇറ്റ്, ഞാൻ പറഞ്ഞു. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ കോഫി വിത്ത് മീ, എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ നിങ്ങൾ വരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നോ? വുഡ് യു ലൈക്ക്, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ടു ഗോ ഫോർ എ കോഫി വിത്ത് മീ, എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ഹി ലുക്ക്ഡ് വെരി സർപ്രൈസ്ഡ്, അദ്ദേഹത്തെ വളരെ ആശ്ചര്യപ്പെട്ടവനായിട്ട് കാണപ്പെട്ടു. ഹി ഡിഡ് നോട്ട് സ്പീക്ക്, അദ്ദേഹം സംസാരിച്ചില്ല. ഹി ഡിഡ് നോട്ട് സ്പീക്ക്, അദ്ദേഹം സംസാരിച്ചില്ല. മൈ ഫേസ് ടേൺ റെഡ്, എൻ്റെ മുഖം ചുവന്നുപോയി. ഐ തോട്ട്, ഞാൻ കരുതി. ഓ നോ, ഹി വിൽ ബി ആംഗ്രി, അദ്ദേഹം ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതി. ഹി വിൽ സേ നോ, അദ്ദേഹം പറ്റില്ല എന്ന് പറയുമെന്ന് ഞാൻ കരുതി. ഐ ഓൾമോസ്റ്റ് വാണ്ടഡ് ടു റൺ അവേ, എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നിയിരുന്നു. ബട്ട് എന്നാൽ, ദെൻ ഹീ സ്മൈൽഡ് അഗെയിൻ, അദ്ദേഹം വീണ്ടും പുഞ്ചിരിച്ചു. ഹി സെഡ് വൺ സിമ്പിൾ വേർഡ്, അദ്ദേഹം പറഞ്ഞു. യെസ്, അതെ, അതെ, നിൻ്റെ കൂടെ കോഫി കുടിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ കുഡ് നോട്ട് ബിലീവ് ഇറ്റ്, ബിലീവ് എന്നാൽ വിശ്വസിക്കുക. ഐ കുഡ് നോട്ട് ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇറ്റ് വാസ് ദ ആൻസർ, അതായിരുന്നു മറുപടി. ഐ വാണ്ടഡ്, എനിക്ക് വേണ്ടിയിരുന്ന, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന മറുപടി അതായിരുന്നു. ബട്ട് എന്നാൽ, ഐ നെവർ തോട്ട്, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹി വുഡ് സേ ഇറ്റ്, അദ്ദേഹം അത് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ദാൻ ഈവനിങ്, അന്ന് വൈകുന്നേരം. വി വെൻറ്റ് ഫോർ കോഫി ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി വെൻറ്റ്, ഞങ്ങൾ പോയി. ഫോർ കോഫി ടുഗദർ, അന്ന് വൈകുന്നേരം ഞങ്ങൾ കോഫി കുടിക്കാൻ ഒരുമിച്ച് പോയി. വി ടോക്ഡ്, ഞങ്ങൾ സംസാരിച്ചു. ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിച്ചു. ഹി ടോൾഡ് മീ അബൌട്ട് ഹിസ് ലൈഫ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച്. ആൻഡ് ഹിസ് ഡ്രീംസ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഐ ടോൾഡ് ഹിം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എബൌട്ട് മൈൻ, മൈൻ എന്നാൽ എൻ്റേത്, എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു. ഹി വാസ് നോട്ട് ഓൺലി ഹാൻസം, അദ്ദേഹം സുമുഖൻ മാത്രമായിരുന്നില്ല. ഹി വാസ് നോട്ട് ഓൺലി ഹാൻസം, അദ്ദേഹം സുമുഖൻ മാത്രമായിരുന്നില്ല. ഹി വാസ് കൈൻഡ്, അദ്ദേഹം ഒരു അനുകമ്പയുള്ള വ്യക്തി കൂടിയായിരുന്നു. ഫണി ആൻഡ് സ്മാർട്ട്, സ്മാർട്ട് എന്നാൽ സമർത്ഥനായ, ഫണി എന്നാൽ തമാശക്കാരനായ. അദ്ദേഹം ഒരു
സുമുഖനായിട്ടുള്ള വ്യക്തി മാത്രമായിരുന്നില്ല. അദ്ദേഹം ദയവുള്ളവനും തമാശ പറയുന്നവനും വളരെ സാമർഥ്യമുള്ളവനും ആയിരുന്നു. ഫ്രം ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി മുതൽ തൊട്ട്, വി സോ ഈച്ച് അതർ എവരിഡേ. എവരിഡേ എന്നാൽ എല്ലാ ദിവസവും. വി സോ ഞങ്ങൾ കണ്ടിരുന്നു. ഈച്ച് അതർ എന്നാൽ പരസ്പരം. അന്ന് രാത്രി മുതൽ തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പരസ്പരം കണ്ടിരുന്നു. വി വെൻ ഫോർ വോക്സ് ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോയി. വി വാച്ച്ഡ് മൂവീസ് ഞങ്ങൾ സിനിമകൾ കണ്ടു. വി കുക്ക് ഡിന്നർ ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി കുക്ക്ഡ് ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്തു. ഡിന്നർ ടുഗദർ ഞങ്ങൾ ഒരുമിച്ച് അത്താഴം പാചകം ചെയ്തിരുന്നു. 3 months later 3 മാസങ്ങൾക്ക് ശേഷം, ഹീ ടോൾഡ് മീ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹീ ലവ്ഡ് മീ അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അദ്ദേഹം 3 മാസങ്ങൾക്ക് ശേഷം എന്നോട് പറഞ്ഞു. ഹീ ടോൾഡ് മീ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹീ ലവ്ഡ് മീ അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നീന, ഹീ സെഡ് അദ്ദേഹം പറഞ്ഞു. ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ഹാവ് ലവ്ഡ് യു ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. സിൻസ് ദാറ്റ് ഫസ്റ്റ് ഡേ. സിൻസ് എന്നാൽ മുതൽ എന്നുള്ള അർത്ഥമാണ്. ആദ്യത്തെ ദിവസം മുതൽ തൊട്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു. ഐ സെഡ് ഞാൻ പറഞ്ഞു. ഐ ലവ് യു ടു ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. 6 months later 6 മാസങ്ങൾക്ക് ശേഷം, ഹി ആസ്ക്ഡ് മീ ടു മാരി ഹിം അദ്ദേഹം എന്നോട് അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഹി പ്രപ്പോസ്ഡ് അദ്ദേഹം വിവാഹാലോചന നടത്തി. ഇൻ ദ സെയിം ഹോസ്പിറ്റൽ അതേ ആശുപത്രിയിൽ വെച്ച്. ഇൻ ദ സെയിം ഹോസ്പിറ്റൽ റൂം അതേ ആശുപത്രി റൂമിൽ വച്ച്. വേർ വി ഫസ്റ്റ് മെറ്റ് എന്നാൽ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. ആ ആശുപത്രിയിൽ വെച്ച്. ഏത് റൂമിൽ വച്ചായിരുന്നു ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിരുന്നത്? അതേ ആശുപത്രി റൂമിൽ വച്ച് തന്നെ അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. നീന, വിൽ യു മാരി മീ നീ എന്നെ വിവാഹം കഴിക്കുമോ? ഹി ആസ്ക്ഡ് അദ്ദേഹം ചോദിച്ചു. ഓൺ വൺ നീ എന്നാൽ മുട്ടുകുത്തുക എന്നുള്ള അർത്ഥമാണ്. ഹി ആസ്ക്ഡ് അദ്ദേഹം ചോദിച്ചു. ഓൺ വൺ നീ ഒരു മുട്ടുകാലിൽ കുത്തിക്കൊണ്ട് അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. അദ്ദേഹം ചോദിച്ചു, നീ എന്നെ കല്യാണം കഴിക്കുമോ? ഐ ക്രൈഡ് ആൻഡ് ലാഫ്ഡ് ഞാൻ കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ഐ ക്രൈഡ് ഞാൻ കരഞ്ഞു. ആൻഡ് ലാഫ്ഡ് ഞാൻ ചിരിച്ചു. ഇവിടെ സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നുള്ള അർത്ഥമാണ്. യെസ് അതെ. ഐ സെഡ് ഞാൻ പറഞ്ഞു. നൗ ഇപ്പോൾ, വി ആർ മാരീഡ് ഞങ്ങൾ വിവാഹിതരാണ്. വി ലിവ് ഇൻ എ സ്മോൾ ഹൗസ് ഞങ്ങൾ ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുന്നു. വിത്ത് എ ഗാർഡൻ ഒരു പൂന്തോട്ടമുള്ള ഒരു ചെറിയ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നു. ഹീ സ്റ്റിൽ വർക്ക്സ് അറ്റ് ദ ഹോസ്പിറ്റൽ അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഐ ഓപ്പൺ മൈ ഓൺ ബേക്കറി ഞാൻ സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങി. എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ. ഐ വേക്കപ്പ് ഞാൻ ഉറക്കമുണരുന്നു. നെക്സ്റ്റ് ടു ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ അരികിൽ എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ടു ഹിം അദ്ദേഹത്തിന് അരികിൽ. ആൻഡ് സ്മൈൽ എന്നാൽ പുഞ്ചിരിക്കുക. എല്ലാ ദിവസവും ഞാൻ രാവിലെ അദ്ദേഹത്തിൻ്റെ അരികിൽ ഉണരുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണർന്ന് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. സംടൈംസ് ചിലപ്പോൾ. ദ ബെസ്റ്റ് തിങ്സ് നല്ല കാര്യങ്ങൾ. ഹാപ്പൻ സംഭവിക്കുന്നു. വെൻ യു ആർ നോട്ട് അഫ്രെയ്ഡ് ടു ആസ്ക് അഫ്രെയ്ഡ് എന്നാൽ ഭയപ്പെടുക. ചിലപ്പോൾ ജീവിതത്തിൽ ചോദിക്കാൻ ഭയപ്പെടാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. സംടൈംസ് ദ ബെസ്റ്റ് തിങ്സ് ഹാപ്പൻ വെൻ യു ആർ നോട്ട് അഫ്രെയ്ഡ് ടു ആസ്ക്. ചില സമയങ്ങളിൽ ധൈര്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് ജീവിതത്തിൽ മികച്ച അവസരങ്ങളും സന്തോഷങ്ങളും ലഭിക്കും. ബി ബ്രേവ് എന്നാൽ ധൈര്യമുള്ള. ബി ബ്രേവ് ധൈര്യമുള്ളവരായിരിക്കുക. ടു ഫോളോ യുവർ ഹാർട്ട് ഫോളോ എന്നാൽ പിന്തുടരുക. ഹാർട്ട് എന്നാൽ ഹൃദയം. നിങ്ങളുടെ ഹൃദയം പറയുന്നത് പിന്തുടരാൻ ധൈര്യപ്പെടുക. ഇറ്റ് മൈറ്റ് ലീഡ് അത് നയിച്ചേക്കും. യു നിങ്ങളെ. ടു ട്രൂ ഹാപ്പിനെസ് അത് നിങ്ങളെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. ദിസ് ഈസ് മൈ സ്റ്റോറി ഇത് എൻ്റെ കഥയാണ്.
ദിസ് ഈസ് ഹൗ, ഇങ്ങനെയാണ്. ദിസ് ഈസ് ഹൗ എന്നാൽ ഇങ്ങനെയാണ്. ഐ മെറ്റ്, ഞാൻ കണ്ടുമുട്ടിയത്. മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവിനെ. ഇത് എൻ്റെ കഥയാണ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയത്. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യത്തെ നിങ്ങൾ പിന്തുടരാൻ ധൈര്യം കാണിക്കുക. അത് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ കഥ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയത്.